everyone, welcome to Kids Area Online. Class 1 Integration Day 2 exam ആണ്. Integration Day 1 exam easy ആയിരുന്നു എല്ലാവർക്കും? Exam നല്ലതുപോലെ എഴുതിയില്ലേ? Yes. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ചെഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസ് ആണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം, 4ാം സമ്മാനം, 5ാം സമ്മാനം വരെ ഉണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799 ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6-ന് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദി ഉണ്ട്. ഇത് മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഡേ 2 എക്സാമിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മിന്നുവും കൂട്ടുകാരും മധുരവും പുളിയും കയ്പും രുചിയുമുള്ള ആഹാര സാധനങ്ങൾ കൊണ്ടുവന്നു. നിങ്ങൾക്കറിയാവുന്ന മധുരവും പുളിയും കയ്പുമുള്ള ആഹാര സാധനങ്ങളുടെ പേരെഴുതൂ. നിങ്ങൾക്കറിയാവുന്ന മധുരമുള്ള ആഹാരങ്ങൾ, പുളിയുള്ള ആഹാരങ്ങൾ, കയ്പുള്ള ആഹാര സാധനങ്ങളുടെ പേരെഴുതുക. ആദ്യം എന്താ? മധുരമുള്ള ആഹാര സാധനങ്ങളുടെ പേരെഴുതാം. മധുരമുള്ളവ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? ടീച്ചർ ഇവിടെ 5 എണ്ണം നൽകിയിട്ടുണ്ട്. ഉള്ളിയപ്പമല്ല, ഉണ്ണിയപ്പമാണ് കേട്ടോ. അത് തെറ്റിപ്പോയിട്ടുണ്ട്. ഉണ്ണിയപ്പം, ലഡു, പായസം, ജിലേബി, ഉണ്ണിയപ്പം, ഹൽവ. ഇവിടെ ഉള്ളി എന്നായിപ്പോയി, ഉണ്ണിയപ്പമാണ് കേട്ടോ. ലഡു, പായസം, ജിലേബി, ഉണ്ണിയപ്പം, ഹൽവ ഇതെല്ലാം നല്ല മധുരമല്ലേ? നല്ല മധുരം. ഇതുപോലെ ഒത്തിരി സാധനങ്ങൾ ഇനിയും ഉണ്ടല്ലോ. മധുരമുള്ള സാധനങ്ങൾ ഉണ്ട്. ഓക്കെ. പുളിയുള്ളവ, പുളിയുള്ള സാധനങ്ങൾ എന്തൊക്കെയുണ്ട്? തൈര്, പച്ചമാങ്ങ, രസം, നാരങ്ങ, നെല്ലിക്ക ഇവയെല്ലാം എന്താ? പുളിയുള്ളതാണ് അല്ലേ? അപ്പൊ പുളിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാ? തൈര്, പച്ചമാങ്ങ, രസം, നാരങ്ങ, നെല്ലിക്ക ഇതെല്ലാം എന്ത് രുചിയാ? പുളി രുചിയാണ്. ഇതിനെല്ലാം എന്ത് രുചിയാ? പുളി രുചിയാണ്. ഇനി കയ്പ് രുചികൾ എന്തൊക്കെ അറിയാം? പാവയ്ക്ക അല്ലെങ്കിൽ കയ്പയ്ക്കയ്ക്ക് കയ്പ് രുചിയാണ്. മുള്ളങ്കി, മുള്ളങ്കി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? നിങ്ങൾ ക്യാരറ്റ് കണ്ടിട്ടുണ്ടോ? അത് എന്ത് കളറാ? ക്യാരറ്റിന് എന്ത് കളറാ? ഓറഞ്ച് ആണ്. എന്നാൽ ക്യാരറ്റിനെ പോലെ വൈറ്റ് കളറിൽ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ക്യാരറ്റിനെ പോലെയാണ്, പക്ഷെ നിറം വൈറ്റ് ആണ്, വെള്ളയാണ്. കണ്ടിട്ടുണ്ടോ? പച്ചക്കറി കടയിലൊക്കെ കണ്ടിട്ടുണ്ടോ? അതിന്റെ പേരാണ് മുള്ളങ്കി. എന്താ? മുള്ളങ്കി. അതിന് കയ്പ് രുചിയാണ് കേട്ടോ. അതുപോലെ വേപ്പില, വേപ്പിലയ്ക്കും കയ്പ് രുചിയാണ്. മധുരമുള്ള സാധനങ്ങൾ, പുളിയുള്ള ആഹാരങ്ങൾ, കയ്പുള്ള ആഹാരങ്ങൾ ഓർമ്മയിരിക്കോ? യെസ്. 2ാമത്തെ ചോദ്യം, വാഹനങ്ങളും അവയുടെ ഉപയോഗവും. ഇവിടെ ടീച്ചർ കുറച്ച് വാഹനങ്ങളുടെ ചിത്രം നൽകുന്നുണ്ട്. അതിന്റെ ഉപയോഗം പറയാം. ഇത് ഏത് ചിത്രമാണ്? പേര് പറഞ്ഞേ. ട്രാക്ടർ. എന്താ? ട്രാക്ടർ. ഇത് ഏത് വാഹനമാണ്? ട്രാക്ടർ. ട്രാക്ടറിന്റെ ഉപയോഗം എന്താ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടല്ലോ. ട്രാക്ടറിന്റെ ഉപയോഗം എന്താ? നിലം ഉഴുതുമറിക്കുക. ട്രാക്ടറിന്റെ ഉപയോഗം എന്താ? നിലം ഉഴുതുമറിക്കാൻ. ട്രാക്ടർ എന്തിനാ ഉപയോഗിക്കുന്നത്? നിലം ഉഴുതുമറിക്കാൻ. എന്തിനാണ്? നിലം ഉഴുതുമറിക്കാനാണ് ട്രാക്ടർ ഉപയോഗിക്കുന്നത്. ഇതെന്താണ്? മണ്ണുമാന്തി യന്ത്രം. മണ്ണുമാന്തി യന്ത്രം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ടോ?
ഉണ്ടോ? ഇല്ലേ? ഓക്കെ, മണ്ണുമാന്തി യന്ത്രം, JCB എന്നൊക്കെ പറയും. ഇതിന്റെ ഉപയോഗം എന്താ? മണ്ണ് നീക്കം ചെയ്യാൻ. എന്തിനാ ഉപയോഗിക്കുന്നേ? മണ്ണ് നീക്കം ചെയ്യാൻ. എന്തിനാ ഉപയോഗിക്കുന്നേ? മണ്ണുമാന്തി യന്ത്രം എന്തിനാ? മണ്ണ് നീക്കം ചെയ്യാൻ, കുഴിയെടുക്കാൻ, കെട്ടിടങ്ങൾ പൊളിക്കാൻ, ഇതിനൊക്കെ ഈ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിക്കും. ഇതാരാ? ആംബുലൻസ്. ആംബുലൻസിന് എന്തിനാ ഉപയോഗിക്കുന്നേ? രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ. ആംബുലൻസ് എന്തിനാ? രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ, അല്ലെങ്കിൽ അപകടം പറ്റുന്നവരെ ആശുപത്രിയിൽ എത്തിക്കാൻ, രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാനാണ് ആംബുലൻസ്. അപ്പൊ ഈ 3 വാഹനങ്ങളുടെ ഉപയോഗം മനസ്സിലായോ? ട്രാക്ടർ നിലം ഉഴുതുമറിക്കാൻ, മണ്ണുമാന്തി യന്ത്രം മണ്ണ് നീക്കം ചെയ്യാൻ, ആംബുലൻസ് രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ. ഇനിയും ഉപയോഗമുള്ള വാഹനങ്ങളുണ്ട്. ഇതാരാ? ലോറി. ലോറി എന്തിനാ ഉപയോഗിക്കുന്നത്? ലോറി എന്തിനാ? ട്രക്ക് എന്നൊക്കെ പറയും. ട്രക്ക് അല്ലെങ്കിൽ ലോറി എന്തിനാ ഉപയോഗിക്കുന്നത്? സാധനങ്ങൾ കൊണ്ടുപോകാൻ. എന്തിനാ? സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനാണ് ലോറി ഉപയോഗിക്കുന്നത്. സാധനങ്ങൾ കൊണ്ടുവരാനും കൊണ്ടുപോകാനൊക്കെയാണ് ലോറി ഉപയോഗിക്കുന്നത്. ഇതേത് വണ്ടിയാ? ഫയർ എഞ്ചിൻ. ഫയർ എഞ്ചിൻ എന്തിനാ ഉപയോഗിക്കുന്നേ? തീ അണയ്ക്കാൻ. ഫയർ എഞ്ചിൻ എന്തിനാ ഉപയോഗിക്കുന്നേ? തീ അണയ്ക്കാൻ. ഫയർ എഞ്ചിൻ തീ അണയ്ക്കാൻ. ബസ്. ബസ് എന്തിനാ ഉപയോഗിക്കുന്നേ? ഒത്തിരി ആളുകൾക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാൻ, ഒത്തിരി ആൾക്കാർക്ക് യാത്ര ചെയ്യാനല്ലേ ബസിന്റെ ഉപയോഗം? യാത്ര ചെയ്യാൻ. എന്താണ് ബസിന്റെ ഉപയോഗം? യാത്ര ചെയ്യാൻ. മനസ്സിലായോ? അപ്പോൾ ലോറി സാധനങ്ങൾ കൊണ്ടുപോകാൻ, ഫയർ എഞ്ചിൻ തീ അണയ്ക്കാൻ, ബസ് യാത്ര ചെയ്യാൻ. വാഹനങ്ങളുടെ ഉപയോഗം മനസ്സിലായോ? ചോദിച്ചാൽ തെറ്റാണ്ട് എഴുതുമല്ലോ. യെസ്. മൂന്നാമത്തെ ചോദ്യം. നിങ്ങൾ കണ്ട പച്ചക്കറിത്തോട്ടത്തെക്കുറിച്ച് ഡയറി എഴുതൂ. നിങ്ങൾ കണ്ട പച്ചക്കറിത്തോട്ടത്തെക്കുറിച്ച് ഡയറി എഴുതൂ. ഇവിടെ ഒരു പച്ചക്കറിത്തോട്ടം കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് ഡയറി എഴുതുക. അപ്പോൾ ഡയറി എഴുതുമ്പോൾ എന്ത് ചെയ്യണം? ചെറിയൊരു ചിത്രമൊക്കെ വരയ്ക്കണം കേട്ടോ. നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ എഴുതുന്നത് അതിനെക്കുറിച്ച് ചെറിയൊരു ചിത്രം വരയ്ക്കണം. അത് കാണിക്കാനാണ് ടീച്ചറോട് ഇത് വരച്ചിരിക്കുന്നത്. നിങ്ങളൊരു ചിത്രം വരയ്ക്കണം. അപ്പോൾ ഇവിടെ ഡയറി എങ്ങനെ എഴുതാം? ഇന്ന് ഞാൻ അച്ഛൻ്റെ കൂടെ പച്ചക്കറിത്തോട്ടത്തിൽ പോയി. അവിടെ കുറേ ചെടികൾ കണ്ടു. പച്ച നിറമുള്ള വെണ്ടയ്ക്ക കണ്ടു, ചുവന്ന തക്കാളികൾ കണ്ടു. പച്ചക്കറി പറിച്ചെടുക്കാൻ എന്നെയും അച്ഛൻ കൂട്ടി. ഞാൻ ചെടിയിൽ നിന്നും തക്കാളി പറിച്ചു. വെള്ളമൊഴിക്കാനും സഹായിച്ചു. എനിക്കത് ഒത്തിരി ഇഷ്ടമായി. ഞാനും ഒരു പച്ചക്കറിത്തോട്ടം നട്ടുണ്ടാക്കും. എനിക്കിന്ന് വലിയ സന്തോഷമായി. ഇപ്പൊ ഡയറി എങ്ങനെയാ എഴുതുക? നിങ്ങൾ അന്ന് നടന്ന കാര്യങ്ങളെല്ലാം എഴുതുന്നതാണ് ഡയറി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ദിവസം എഴുതാം കേട്ടോ. ദിവസം എഴുതാം, തീയതി എഴുതാം. അതൊക്കെ ഡയറിയുടെ മുകളിൽ ഉൾപ്പെടുത്താം, വലതുവശത്തായിട്ട് ഉൾപ്പെടുത്താം. ഡയറി എഴുതുമ്പോൾ നിങ്ങൾ എന്താണോ എഴുതിയത് അതിനെക്കുറിച്ച് ചെറിയൊരു ചിത്രം കൂടി വരച്ചാൽ നല്ലതാണ്. അപ്പോൾ പച്ചക്കറിത്തോട്ടത്തെക്കുറിച്ചുള്ള ഡയറി എങ്ങനെയാ? ഇന്ന് ഞാൻ അച്ഛൻ്റെ കൂടെ പച്ചക്കറിത്തോട്ടത്തിൽ പോയി. അവിടെ കുറേ ചെടികൾ കണ്ടു, അല്ലെങ്കിൽ പച്ചക്കറികൾ കണ്ടു. പച്ച നിറമുള്ള വെണ്ടയ്ക്ക കണ്ടു, ചുവന്ന തക്കാളികൾ കണ്ടു. പച്ചക്കറി പറിച്ചെടുക്കാൻ എന്നെയും അച്ഛൻ കൂട്ടി. ഞാൻ ചെടിയിൽ നിന്നും തക്കാളി പറിച്ചു. വെള്ളമൊഴിക്കാനും സഹായിച്ചു. എനിക്കത് ഒത്തിരി ഇഷ്ടമായി. ഞാനും വലിയ ഒരു പച്ചക്കറിത്തോട്ടം നട്ടുണ്ടാക്കും. എനിക്കിന്ന് സന്തോഷമായി. അപ്പോൾ ഡയറി എഴുതാൻ മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. 5ാമത്തെ ചോദ്യം. പച്ചക്കറിത്തോട്ടത്തിലെ പച്ചക്കറികൾ ഇതിൽ ഒളിച്ചിരിപ്പുണ്ട്. അവയെ കണ്ടെത്തി നിറം കൊടുക്കുക. അവ ഏതൊക്കെയാണ്? പറഞ്ഞേ. പച്ചക്കറികളെ കണ്ടെത്തി എഴുതിയേ. ഇതിൽ ഏതൊക്കെയാ പച്ചക്കറികൾ? മത്തൻ പച്ചക്കറിയാണോ? ആണ്. ആപ്പിൾ അല്ല. ഇതെന്താണ്? വെള്ളരിക്ക. വെള്ളരി ആണോ? അതെ, വെള്ളരി പച്ചക്കറിയാണ്. തക്കാളി ആണ്. മുന്തിരി ആണ്. മുന്തിരി അല്ല. ഓക്കെ. ഓറഞ്ച് അല്ല. മാങ്ങ അല്ല. ഇത് പാവയ്ക്കാണ് കേട്ടോ. വെള്ളരി അല്ല, പാവയ്ക്ക. പാവയ്ക്ക പച്ചക്കറിയാണോ? അതെ. അപ്പൊ ഏതൊക്കെയാണ് പച്ചക്കറികൾ? മത്തൻ, പാവയ്ക്ക, തക്കാളി, വെള്ളരി. ഏതൊക്കെയാണ്? മത്തൻ, വെള്ളരി, തക്കാളി, പാവയ്ക്ക. ഇത്രയുമാണ് എന്താ? പച്ചക്കറികൾ. പച്ചക്കറികൾ കണ്ടെത്തി എഴുതാൻ മനസ്സിലായോ? മനസ്സിലായി. നിറം കൊടുക്കാൻ അറിയാലോ? അറിയാം. ഇനി പൗഡർ പൂശിയ പച്ചക്കറി ഏതാ? പൗഡർ പൂശിയ പച്ചക്കറി കുമ്പളങ്ങ. എന്താണ്? പൗഡർ പൂശിയ പച്ചക്കറി ഏതാ? കുമ്പളങ്ങ. കുമ്പളങ്ങ.
ഒരു കടങ്കഥ എഴുതാൻ പറഞ്ഞാൽ കാളകിടക്കും കയറോടും എന്താ? മത്തൻ. കാളകിടക്കും കയറോടും. കടങ്കഥയുടെ ഉത്തരം എന്താ? മത്തൻ. കാളകിടക്കും കയറോടും. അതായത് വള്ളിയാണ് ഉദ്ദേശിക്കുന്നത്. മത്തന്റെ വള്ളി. വള്ളി എന്താ? വള്ളി ഇങ്ങനെ പോകും. വള്ളി പോകുന്നതിന് എന്താ പറയുന്നേ? കയറോടും എന്ന് പറയും. മത്തങ്ങ അവിടെ തന്നെ കിടക്കും. അതാണ് കാള കിടക്കും കയറോടും. ഉത്തരം മത്തൻ. ഓക്കെ, അപ്പൊ കടങ്കഥ മനസ്സിലാക്കി, പച്ചക്കറികൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി. ഓർമ്മയിരിക്കോ? ഈ ചോദ്യങ്ങളൊക്കെ ഓർമ്മയിരിക്കോ? ഓർമ്മയിരിക്കും. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ചെഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസ് ആണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം, 4ാം സമ്മാനം, 5ാം സമ്മാനം വരെ ഉണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799. ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6-ന് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദിയുണ്ട്. ഇത് മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ, എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്.